ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതൊരു സാഹചര്യവും യാദൃച്ഛികമല്ല. അതിൻ്റെ എല്ലാം പിൻപിൽ ഒരു ദൈവോദ്ദേശമുണ്ട് എന്ന് അംഗീകരിക്കുവാൻ കഴിയുന്നത് കൊണ്ട് എത്രമാത്രം പ്രയോജനമുണ്ടെന്നറിയാമോ? കഷ്ടതകളെല്ലാം കഷ്ടകാലമാകുന്നു എന്ന് കരുതുന്നവർ തങ്ങളുടെ ശ്രദ്ധ മുഴുവൻ കഷ്ടതയിൽ നിന്നും വെളിയിൽ വരുവാനുള്ള ശ്രമത്തിൽ പാഴാക്കുന്നതിനാൽ യഥാർത്ഥ ഫലം ലഭിക്കാതെ പോകുന്നു. ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളും നമ്മെ ദൈവത്തിങ്കിലേക്ക് നോക്കുവാൻ സഹായിക്കുന്നതാകണം. അങ്ങനെ മാത്രമേ നമ്മുടെ ശ്രദ്ധ ദൈവത്തിൻ്റെ ഹിതത്തിലേക്കാകൂ. എന്തായിരിക്കും ദൈവം കാണുന്നത്? നാം അറിയാതെ പ്രശ്നത്തിൽ നിന്നും വെളിയിൽ വരുവാനുള്ള പരാക്രമത്തിൽ കൂടുതൽ കുരുക്കുകൾ ഉണ്ടാക്കി വയ്ക്കുകയാണ് പതിവ്. ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടങ്ങൾ കൊണ്ട് നമുക്ക് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ കഴിയുമെന്ന് വിശുദ്ധ പൗലോസ് പറയുന്നു. ഇവിടെയും പലപ്പോഴും നാം നമ്മുടെ വേദനകളിലും പ്രശ്നങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ മറ്റുള്ളവരെ കാണുവാൻ കഴിയാതെ പോകുന്നു. യഥാർത്ഥ ഫലം നഷ്ടപ്പെടുത്തുകയാണ് നാം. ഇത് പ്രതിസന്ധികളുടെ കാര്യത്തിൽ മാത്രമല്ല, സമൃദ്ധിയുടെ കാര്യത്തിലും ശരിയാണ്. ഒട്ടനേകം ആളുകളും തെറ്റിപ്പോകുന്നത് പ്രതിസന്ധികളിലല്ല, സമൃദ്ധിയിലാണ്. നമുക്ക് സമൃദ്ധി ഉണ്ടാകുന്നത് മറ്റുള്ളവരെ സഹായിക്കുവാനാകുന്നു എന്ന് മറന്നു പോകരുത്. ആ ലക്ഷ്യത്തിൽ നിന്നും മാറിപ്പോകുന്നത് ജീവിതം തന്നെ നശിപ്പിക്കുവാൻ കാരണമാകും. അനേകരും ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളെ വിലയിരുത്തുവാനും വേണ്ടവണ്ണം പ്രയോജനപ്പെടുത്തുവാനും കഴിയാതെ അവസരങ്ങളെ പാഴാക്കുന്നു. യാക്കോബിൻ്റെ ജീവിതമാണല്ലോ ഈ ദിവസങ്ങളിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രായോഗികമായ അനേകം കാര്യങ്ങൾ നാം കണ്ടു കഴിഞ്ഞു. 34 അധ്യായം വരെ നാം പഠിച്ചു. ഇനിയും വ്യത്യസ്തമായ ഒരു സാഹചര്യമാകുന്നു നാം യാക്കോബിൻ്റെ ജീവിതത്തിൽ കാണുവാൻ പോകുന്നത്. ഇന്നത്തെ ജീവസന്ദേശത്തിലേക്ക് സ്വാഗതം. തുടർന്ന് ശ്രദ്ധിച്ചാലും. ഉൽപ്പത്തി പുസ്തകം 34 അധ്യായത്തിൽ നിന്നും 35 അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു മരുഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിന്നും പച്ച പുതച്ച ഒരു തോട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത് പോലെ തോന്നും. 35 അധ്യായത്തിലെ അന്തരീക്ഷം വിശ്വാസത്തിൻ്റെയും അനുസരണത്തിൻ്റെയും ആകുന്നു. ഇവിടെ ഊന്നൽ കൊടുക്കുന്നത് ശുദ്ധീകരണവും നവീകരണവും അത്രേ. ദൈവത്തെക്കുറിച്ച് 10 പ്രാവശ്യം 35 അധ്യായത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ദൈവത്തെ എൽ ഷഡായി അഥവാ സർവശക്തനായ ദൈവം എന്നത്ര ഇവിടെ സംബോധന ചെയ്തിരിക്കുന്നത്. ഇതിനിടയിൽ വേദനാജനകമായ പല അനുഭവങ്ങളും യാക്കോബിനും കുടുംബത്തിനും ഉണ്ടാകുന്നത് നാം കണ്ടുകഴിഞ്ഞു. അതിൽ ഒന്നാണ് 8 വാക്യത്തിൽ നാം കണ്ടത്, റിബേക്കയുടെ ധാത്രിയുടെ മരണം. ഇന്നിനിയും 9 വാക്യം മുതൽ നമുക്ക് പഠിക്കാം. ഉൽപ്പത്തി പുസ്തകം 35 അധ്യായത്തിന്റെ 9 വാക്യം ഞാൻ വായിക്കാം, ശ്രദ്ധിച്ചാട്ട്. യാക്കോബ് പദ്ദൻ ആരാമിൽ നിന്ന് വന്ന ശേഷം ദൈവം അവന് പിന്നെയും പ്രത്യക്ഷനായി അവനെ അനുഗ്രഹിച്ചു. ഈ പറഞ്ഞ വർഷം അത്രയും ദൈവം യാക്കോബുമായി ഇടപെടുവാൻ ശ്രമിക്കുകയായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 20 വർഷങ്ങൾ കഴിഞ്ഞു. പണ്ട് യാക്കോബ് ബേഥേലിൽ വന്നപ്പോൾ അവനെ കണ്ടുമുട്ടിയ സ്ഥലത്ത് തന്നെ ദൈവം അവനെ സന്ദർശിക്കുന്നു. ദൈവം യാക്കോബുമായി ഇടപെടുന്നു. തൻ്റെ അമ്മാവനുമായി ചെലവഴിച്ച ആ വർഷങ്ങൾ പല വിധത്തിലും നഷ്ടപ്പെടുത്തിയ വർഷങ്ങളായിരുന്നു, പാഴായിപ്പോയ വർഷങ്ങളായിരുന്നു. 10ഉം 11ഉം വാക്യങ്ങൾ നോക്കിക്കാട്ട്. ദൈവം അവനോട്, നിന്റെ പേർ യാക്കോബ് എന്നല്ലോ, ഇനി നിനക്ക് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് തന്നെ പേരാകണം എന്ന് കൽപ്പിച്ച് അവന് ഇസ്രായേൽ എന്ന് പേരിട്ടു. ദൈവം പിന്നെയും അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ സന്താനപുഷ്ടിയുള്ളവനായി പെരുകുക, ഒരു ജാതിയും ജാതികളുടെ കൂട്ടവും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും, രാജാക്കന്മാരും നിന്റെ കടിപ്രദേശത്ത് നിന്ന് പുറപ്പെടും. ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു എന്ന് ദൈവം പറയുന്നു. അബ്രഹാമിനോടും ദൈവം ഇതുതന്നെയാണ് പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടല്ലോ. 12 വാക്യം, ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും കൊടുത്ത ദേശം നിനക്ക് തരും, നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ഈ ദേശം കൊടുക്കും എന്നരുളി ചെയ്തു. അതൊരു പ്രധാനപ്പെട്ട സ്വത്തായി തന്നെ കർത്താവ് കരുതുന്നു എന്നത് അറിയാമല്ലോ. അവരോട് ആ ദേശം വാഗ്ദത്തം ചെയ്യുന്ന 3-ാം പ്രാവശ്യമാണിത്. ആദ്യം അബ്രഹാമിനോട്, പിന്നീട് ഇസഹാക്കിനോട്, ഇപ്പോൾ ഇതാ യാക്കോബിനോട്. ഇവരിൽ ഓരോരുത്തരോടും കർത്താവ് ഇത് 2ഓ 3ഓ പ്രാവശ്യം ആവർത്തിച്ച് പറയേണ്ടതായി വന്നു. വാസ്തവത്തിൽ അവനത് അബ്രഹാമിനോട് അനേകം പ്രാവശ്യം പറയുകയുണ്ടായി. 13 മുതൽ ഉള്ള വാക്യങ്ങൾ നോക്കിക്കാട്ടെ. അവനോട് സംസാരിച്ച സ്ഥലത്ത് നിന്ന് ദൈവം അവനെ വിട്ട് കയറിപ്പോയി.
അവൻ തന്നോട് സംസാരിച്ചിടത്ത് യാക്കോബ് ഒരു കൽത്തൂൺ നിർത്തി അതിന്മേൽ ഒരു പാനീയ യാഗം ഒഴിച്ച് എണ്ണയും പകർന്നു. ദൈവം തന്നോട് സംസാരിച്ച സ്ഥലത്തിന് യാക്കോബ് ബഥേൽ എന്ന് പേരിട്ടു. ഒരു പാനീയ യാഗത്തെക്കുറിച്ച് ആദ്യമായി ബൈബിളിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഇവിടെയാണ്. ലേവ്യ പുസ്തകത്തിൽ 5 യാഗങ്ങളാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ ഒരു പാനീയ യാഗത്തെക്കുറിച്ച് അവിടെ പറയുന്നില്ല. വാസ്തവത്തിൽ അതേക്കുറിച്ചൊരു നിർദ്ദേശവും നൽകിയിട്ടില്ല. എന്നാൽ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും പഴയ യാഗങ്ങളിൽ ഒന്നത്രേ ഇതെന്ന് വ്യക്തമാണ്. മാത്രമല്ല, ഇന്ന് ദൈവമക്കൾക്ക് വളരെ അനുഗ്രഹീതമായ ഒരു അർത്ഥം ഇതിനകത്തുണ്ട്. ഈ പാനീയ യാഗം മറ്റ് യാഗങ്ങളുടെ പുറത്തേക്ക് ഒഴിക്കുകയാണ് ചെയ്തിരുന്നത്. അത് അങ്ങനെ ആവിയായി പോകുമായിരുന്നു. അതുകൊണ്ടാണ് തന്റെ ജീവിതം അപ്രകാരമായിരിക്കുവാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് വിശുദ്ധ പൗലോസ് ഫിലിപ്പിയിലെ വിശ്വാസികളോട് എഴുതുമ്പോൾ പറയുന്നത്. ഒരു പാനീയ യാഗം പോലെ ഒഴിക്കപ്പെടുവാൻ അവൻ ആഗ്രഹിച്ചു. 16 വാക്യം നോക്കിക്കേ. അവർ ബഥേലിൽ നിന്ന് യാത്ര പുറപ്പെട്ട് എഫ്രാത്തയിൽ എത്തുവാൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ റാഹേൽ പ്രസവിച്ചു. പ്രസവിക്കുമ്പോൾ അവൾക്ക് കഠിനവേദനയുണ്ടായി. റാഹേൽ യോസഫിനെ പ്രസവിച്ചതായി ഇതിനു മുൻപ് നാം കണ്ടല്ലോ. എന്നാൽ ഇപ്പോൾ അവൾക്ക് രണ്ടാമത് ഒരു മകൻ ജനിക്കുന്നു. 17 18 വാക്യങ്ങളിൽ കാണുന്നത്, അങ്ങനെ പ്രസവത്തിൽ അവൾക്ക് കഠിനവേദനയായിരിക്കുമ്പോൾ സൂതികർമ്മിണി അവളോട് ഭയപ്പെടേണ്ട, ഇതും ഒരു മകനായിരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ അവൾ മരിച്ചുപോയി. ജീവൻ പോകുന്ന സമയം അവൾ അവന് ബെനോനി എന്ന് പേരിട്ടു. അവന്റെ അപ്പനോ അവന് ബെന്യാമീൻ എന്ന് പേരിട്ടു. ഇതെത്ര ആശ്ചര്യകരമായിരിക്കുന്നില്ലേ? റാഹേലിന്റെ മരണമല്ല പിന്നെയോ ഇതെല്ലാം സംഭവിച്ച വിധം. അവൾ പറയുന്നു, എന്റെ ദുഃഖത്തിന്റെ പുത്രൻ ആകുന്നു ഈ മകൻ. എന്നാൽ യാക്കോബ് അവനെ നോക്കിയിട്ട് പറഞ്ഞു, അല്ല, എനിക്കെന്റെ പൊന്ന് റാഹേൽ നഷ്ടപ്പെട്ടു. എന്നാൽ ഈ കൊച്ചു കുഞ്ഞ് അവളെപ്പോലെ ഇരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവനെ ബെന്യാമീൻ എന്ന് വിളിക്കാൻ പോകുകയാണ്, എന്റെ വലതുകരത്തിന്റെ മകൻ. റാഹേലിന്റെ പുത്രന്മാരോട് യാക്കോബിന് ഒരു പ്രത്യേക മമത ഉണ്ടായിരുന്നു. അതും അല്പം കൂടുതലായിരുന്നു. വളരെയധികം സ്വാർത്ഥതയും ജഡീക സ്വഭാവവും നിറഞ്ഞിരുന്ന പദ്ദൻ ആരാമിലെ ജീവിത കാലയളവിൽ യാക്കോബിന്റെ ജീവിതത്തിലെ എടുത്തു പറയത്തക്ക ഒരേ ഒരു നല്ല കാര്യം റാഹേലിനോട് അവനുണ്ടായിരുന്ന സ്നേഹം മാത്രമാണ്. അവൻ റാഹേലിനെ സ്നേഹിച്ചിരുന്നു. അതിന് ഒരു തർക്കവുമില്ല. അവൻ അവളോട് വളരെയേറെ അടുത്തിരുന്നു. അവൾക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ അവൻ തയ്യാറായിരുന്നു. റാഹേൽ തന്റെ പിതാവിന്റെ അടുത്തു നിന്നും മോഷ്ടിച്ച വിഗ്രഹങ്ങളെ സൂക്ഷിക്കുവാൻ പോലും യാക്കോബ് അവളെ അനുവദിച്ചിരുന്നു എന്ന് ഇന്ന് നാം പഠിച്ച ഈ അധ്യായത്തിൽ നിന്നും നമുക്ക് സൂചനയുണ്ട്. മറിച്ച് ലേയ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അവന് തീർച്ചയായിട്ടും അത് ബുദ്ധിമുട്ടായേനെ. അവൻ അതിന് അനുവദിക്കുമായിരുന്നില്ല എന്നത്ര ഞാൻ ചിന്തിക്കുന്നത്. അല്ല, വേറെ ആരായിരുന്നെങ്കിലും അവൻ അനുവദിക്കുമായിരുന്നില്ല. എന്നാൽ അവൻ റാഹേലുമായി അത്ര സ്നേഹത്തിലായിരുന്നു. അവൾ യാക്കോബിന് യോസഫിനെ നൽകി. ഇപ്പോഴിതാ അവൾ ബെന്യാമീനെ പ്രസവിച്ചു. രണ്ടാമത്തെ പ്രസവത്തോടെയാണ് അവൾ മരിച്ചത്. ബെന്യാമീന്റെ ജീവൻ എന്നാൽ റാഹേലിന്റെ മരണം എന്നത്രേ. ഇത് യാക്കോബിന് വലിയ ഹൃദയവേദനയായി. മറ്റേ 10 പുത്രന്മാർ അവന് സന്തോഷം നൽകിയിരുന്നില്ല. ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കുന്നത് പാപമാണെന്ന് ദൈവം യാക്കോബിനെ നിരന്തരം ഓർപ്പിച്ചിരുന്നു എന്നത്ര ഞാൻ ചിന്തിക്കുന്നത്. അവന് അവരെയെല്ലാം ആവശ്യമില്ലായിരുന്നു. എന്തായിരുന്നാൽ തന്നെയും ദൈവം അതിനപ്പുറം പ്രവർത്തിക്കുമെന്നത് വ്യക്തമാണ്. അതെ, നിങ്ങളുടെ ജീവിതത്തിലും അവൻ്റെ ജീവിതത്തിലും നമ്മുടെ തെറ്റുകൾക്കപ്പുറം അവൻ പ്രവർത്തിക്കുന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എന്നാൽ ഇവിടുത്തെ വസ്തുതകൾ കാണിക്കുന്നത് ബഹുഭാര്യത്വം ദൈവം അംഗീകരിച്ചില്ലെന്ന് മാത്രമാണ്. യോസഫിന് തന്റെ അർദ്ധ സഹോദരന്മാരിൽ നിന്നും ലഭിച്ച പെരുമാറ്റത്തിൽ നിന്ന് തന്നെ അത് വ്യക്തമാണല്ലോ. യാക്കോബ് യോസഫിനെയും ബെന്യാമീനെയും സ്നേഹിച്ചു. വാസ്തവത്തിൽ മറ്റു മക്കൾ ഇത് കാരണം അസിയാലുക്കളായി തീർന്നു. അവൻ യോസഫിനോട് കൂടുതൽ താല്പര്യം കാണിക്കേണ്ടിയിരുന്നില്ല. കാരണം തന്റെ ഭവനത്തിൽ തന്നെ ഇത്തരത്തിലുള്ള പക്ഷാഭേദപരമായ ഇടപെടലുകളുടെ ഫലം അവൻ അനുഭവിച്ചതാണ് പണ്ട്. തന്നെ പിതാവ് സ്നേഹിച്ചിരുന്നില്ല എന്ന് യാക്കോബിന് അനുഭവമുണ്ട്. അതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങളും അവനറിയാമായിരുന്നു. യാക്കോബിനെ താങ്ങിപ്പറയുവാൻ ഞാൻ ശ്രമിക്കുന്നില്ല. എങ്കിലും നമുക്കവനോട് സഹതപിക്കാം. അവന് അവന്റെ എല്ലാമായിരുന്ന റാഹേൽ ഇപ്പോൾ നഷ്ടപ്പെട്ടു. എന്നാൽ അവനിപ്പോൾ ബെന്യാമീനുണ്ട്. ഈ കുട്ടി റാഹേലിന്റെ ദുഃഖത്തിന്റെ പുത്രനായിരുന്നെങ്കിലും അവനെ ബെനോനി എന്ന് വിളിക്കുവാൻ യാക്കോബിന് കഴിഞ്ഞില്ല. യാക്കോബ് അവനെ ദുഃഖത്തിന്റെ പുത്രൻ എന്നല്ല, മറിച്ച് എന്റെ വലതുകൈയുടെ പുത്രൻ എന്നാണ് വിളിച്ചത്. അതായത് അവന്റെ ഊന്നുവടി, തന്റെ വാർദ്ധക്യത്തിൽ ചാരുവാൻ ഉതകുന്നവൻ
ഇത് ഗ്രഹിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം പിന്നീട് യാക്കോബ് കടന്നു പോകുന്ന വലിയ വേദന മനസ്സിലാക്കിയാൽ അപ്പോൾ നമുക്ക് അതെന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കുവാൻ സഹായിക്കുന്ന ചില സംഭവങ്ങൾ. ഇതിൻ്റെ എല്ലാം വേര് യാക്കോബിന്റെ പാപത്തിലാണ്. പ്രിയ സുഹൃത്തെ, നമ്മുടെ ജീവിതത്തിലെ തെറ്റുകൾ ദൈവം അംഗീകരിക്കില്ല. നാം ചിന്തിക്കുന്നത് അവയെല്ലാം കൊണ്ട് നാം രക്ഷപ്പെടുമെന്നാണെങ്കിൽ തെറ്റി. എന്നാൽ അവ കൊണ്ടൊന്നും നാം ഒരിക്കലും രക്ഷപ്പെടില്ല. അതെ, യാക്കോബ് അവ കൊണ്ട് രക്ഷപ്പെട്ടതിനേക്കാൾ ഒട്ടും നമ്മെ കൊണ്ടാവില്ല എന്നോർക്കണം. തെറ്റെന്നും തെറ്റാണ്. 19 വാക്യത്തിൽ റാഹേൽ മരിച്ചിട്ട് അവളെ ബേത്ലഹേം എന്ന എഫ്രാത്തിന് പോകുന്ന വഴിയിൽ അടക്കം ചെയ്തു. ഇന്നും റാഹേലിന്റെ ശവകുടീരം അവിടെ കാണാവുന്നതാണ്. 20 വാക്യത്തിൽ കാണുന്നത് അവളുടെ കല്ലറയിന്മേൽ യാക്കോബ് ഒരു തൂൺ നിർത്തി. അത് റാഹേലിന്റെ കല്ലറ തൂൺ എന്ന പേരോടെ ഇന്നുവരെയും നിൽക്കുന്നു. ശരിയാണ്, മോശ ഇതെഴുതിയ സമയത്ത് ആ തൂൺ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നും അത് അവിടെ തന്നെയുണ്ട്. 21 വാക്യത്തിൽ നാം കാണുന്നത്, പിന്നെ ഇസ്രായേൽ യാത്ര പുറപ്പെട്ടു, ഏദർ ഗോപുരത്തിന് അപ്പുറം കൂടാരമടിച്ചു. യാക്കോബിന്റെ ഓരോ ഭാര്യമാരുടെയും പുത്രന്മാരുടെ പേരുകളാണ് 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. വാസ്തവത്തിൽ യോസഫും ബെന്യാമീനുമാണ് ഇവരിൽ പ്രമുഖരായി നിൽക്കുന്നത്. മറ്റുള്ളവർ അത്ര ശോഭിച്ചില്ല. ഇത് വീണ്ടും തെളിയിക്കുന്നത് ബഹുഭാര്യത്വം ദൈവം ആഗ്രഹിക്കുന്നില്ലെന്നാണ്. അത് ദൈവം അനുവദിച്ചിട്ടില്ല. യാക്കോബിന്റെ കുടുംബം ആ സത്യം മനസ്സിലാക്കി. നമുക്കിന്ന് അതേ സത്യം യാക്കോബിന്റെ കുടുംബത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇക്കാര്യത്തിൽ ലാബാനാണ് ഉത്തരവാദിയെങ്കിലും യാക്കോബ് അതിന് അനുസരിച്ചു പോയല്ലോ. സാഹചര്യത്തിന് വിധേയപ്പെട്ടുപോയി. അതിന്റെ ഫലം ഇന്ന് അവൻ കൊയ്യുന്നു. 29 വാക്യത്തിൽ നാം കാണുന്നത്, ഇസഹാക്ക് വയോധികനും കാലസമ്പൂർണനുമായി പ്രാണനെ വിട്ടു, മരിച്ച് തന്റെ ജനത്തോട് ചേർന്നു. അവന്റെ പുത്രന്മാരായ ഏശാവും യാക്കോബും കൂടി അവനെ അടക്കം ചെയ്തു. യാക്കോബ് ആ ദേശത്തേക്ക് മടങ്ങി വന്നതിന് ശേഷം യാക്കോബും ഏശാവും ഒരുമിച്ച് ചേർന്ന ഒരേ ഒരു സന്ദർഭം അവരുടെ പിതാവായ ഇസഹാക്കിന്റെ മരണസമയം മാത്രമായിരുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ അധ്യായത്തിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? അതായത് ഇത് മരണങ്ങളാൽ ശ്രദ്ധേയമായ ഒരധ്യായമാണ്. 35 അധ്യായം. ഒന്നാമത് ദെബോരയുടെ മരണം. അവിടെ തന്നെ റിബേക്കയുടെ മരണത്തിന്റെ സൂചന നമുക്ക് ലഭിക്കുന്നു. അതിനുശേഷം റാഹേലിന്റെ മരണം. ഒടുവിലായി ഇസഹാക്കിന്റെ മരണം. അതെ, മരണത്തിന്റെ ഒരു നിര തന്നെ ഈ അധ്യായത്തിൽ നാം കാണുന്നു. ഇനി 36 അധ്യായം കൂടി നമുക്ക് നോക്കണം. 36 അധ്യായം മുഴുവനും ഏശാവിന്റെ കുടുംബത്തെക്കുറിച്ചാണ് പറയുന്നത്. അവരാണല്ലോ പിന്നീട് ഏദോം രാജ്യമായത്. ഒരു സാധാരണ കേൾവിക്കാരന് ഇതത്ര രസമായി തോന്നില്ലെങ്കിലും ഈ പ്രത്യേക വംശത്തിൽ നിന്നും ആരംഭിച്ച ജാതിയെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരാൾക്ക് ഇത് ആശ്ചര്യജനകമായൊരു പാഠം ആയിരിക്കും. ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന ചില പേരുകൾ ഇന്നും അറേബ്യൻ നാടുകളിൽ ഏറ്റവും സുപരിചിതമാണ്. ഓമാർ, തേമാൻ, സെഫോ, കെനസ്, കോരഹ്, ഇതെല്ലാം ഇന്നുമുള്ള പേരുകളാണെന്ന് ചുരുക്കം. ഏശാവിന്റെ കുടുംബം ഇന്നും ആ സ്ഥലങ്ങളിൽ ഉണ്ടെന്നുള്ളതാണ് സത്യം. ഏശാവിന്റെ കുടുംബം ഏദോമിൽ പാർക്കുവാൻ തുടങ്ങി. അത് ചാവുകടലിന്റെ തെക്കും കിഴക്കുമാണ്. ഇതൊരു പർവ്വത പ്രദേശമാകും. ഏദോമിന്റെ തലസ്ഥാനമാണ് പെട്ര. പാറയിൽ പണിത ഒരു പട്ടണം ഇന്നും അവിടെയുണ്ട്. യെശയ്യാ പ്രവചനത്തിലും യിരെമ്യാ പ്രവചനത്തിലും യെഹെസ്കേൽ പ്രവചനത്തിലും ഓബദ്യാവിലും ഏദോമിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധേയമായി തന്നെ നിറവേറ്റപ്പെട്ടു. ഏദോം രാഷ്ട്രം ഏശാവിൽ നിന്നുമാണ് വന്നത്. ഏശാവ് ഏദോമിന്റെ പിതാവാണെന്ന് ഈ അധ്യായത്തിൽ തന്നെ 3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. വാസ്തവത്തിൽ ഈ പേരുകൾ സമാനാർത്ഥകങ്ങളാണ്. 8 വാക്യത്തിൽ അത് പറയുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഏശാവും ഏദോമും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് പറഞ്ഞാൽ നാം ആദ്യമായി അവനെ കാണുമ്പോൾ അവൻ ഇസഹാക്കിന്റെ ഭവനത്തിലെ ഒരു കുട്ടിയായിരുന്നു. പുറമെ അവൻ എല്ലാം കൊണ്ടും തികഞ്ഞവനായിരുന്നു. ആകർഷണീയനായ ഒരു ചെറുപ്പക്കാരൻ, മിടുമിടുക്കൻ. എന്നാൽ ജഡീകനായ ഒരു മനുഷ്യൻ ഭൂമുഖത്ത് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏശാവ് തന്നെയായിരുന്നു. ആത്മീയത തൊട്ട് തേച്ചിട്ടില്ലാത്ത ഒരു മനുഷ്യൻ. ഏശാവിനെ തെരഞ്ഞെടുക്കാതെ യാക്കോബിനെ എന്തുകൊണ്ടാണ് ദൈവം തെരഞ്ഞെടുത്തത് എന്ന് പറഞ്ഞ് ചിലരെങ്കിലും ദൈവത്തോട് വാദിക്കുവാൻ മുതിർന്നേക്കാം. പുറമെ നോക്കിയാൽ ഏശാവിനെ കാണുവാൻ വളരെ നന്നായിരുന്നു. രൂപത്തിലല്ല, സ്വഭാവത്തിൽ, പെരുമാറ്റ രീതികൾ ഒക്കെ നന്നായിരുന്നു. ദൈവത്തിന് തെറ്റുപറ്റുമോ സുഹൃത്തെ? എന്നാൽ ഒബദ്യാവിന്റെ ആ ചെറിയ പ്രവചനത്തിൽ ഏശാവിന്റെ മൂടുപടം നീക്കിയതായി നാം കാണുന്നു. ഏശാവിന്റെ പൊയ്മുഖം അവിടെ പൊളിച്ചു മാറ്റുന്നു. ഒരു ചെറിയ ഏശാവ് 1,00,000 ഏദോമ്യരായി തീർന്നു.
അവർ ഓരോരുത്തരും ഓരോ ചെറിയ ഏശാവുമാരായിരുന്നു. അതെ, അഹങ്കാരത്തിൻ്റെ തനിരൂപം. ഇനിയും ആ ദേശത്തെ ഒന്ന് നോക്കൂ, ഏദോം. അപ്പോൾ മനസ്സിലാകും ഏശാവിൽ നിന്നും വന്നതെന്താണ്. അത് പറഞ്ഞാൽ ഏശാവിനെ ഒരു സൂക്ഷ്മദർശിനിയിൽ കൂടി കാണുന്നത് പോലെയാണ്, മൈക്രോസ്കോപ്പിൽ കൂടി കാണുന്നത് പോലെ. അവനെ വളരെ മടങ്ങ് വലുപ്പത്തിൽ കാണുവാൻ ഇപ്പോൾ കഴിയും. എന്താണ് നാം കാണുന്നത്? അഹങ്കാരം കൊണ്ട് നിറഞ്ഞ ഒരു ജാതിയെ അത്രേ നാം അവിടെ കാണുന്നത്. ദൈവം ഏദോമിനോട് പറഞ്ഞു, ഓബദ്യാവിന്റെ പുസ്തകം 3-4 വാക്യങ്ങളിൽ, പാറപ്പിളർപ്പുകളിൽ പാർക്കുന്നവനും ഉന്നതവാസമുള്ളവനും ആർ എന്നെ നിലത്ത് തള്ളിയിടുമെന്ന് ഹൃദയത്തിൽ പറയുന്നവനുമായവനെ, നിന്റെ ഹൃദയത്തിന്റെ അഹങ്കാരം നിന്നെ ചതിച്ചിരിക്കുന്നു. നീ കഴുകനെപ്പോലെ ഉയർന്നാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവെച്ചാലും അവിടെ നിന്നും ഞാൻ നിന്നെ ഇറക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അവർ ഹൃദയത്തിൽ നിഗളികളായിരുന്നു, അഹംഭാവം ഉണ്ടായിരുന്നവർക്ക്. തങ്ങൾക്കാരുടെയും സഹായം ആവശ്യമില്ലെന്ന് അവർ പ്രഖ്യാപിച്ചു. തനിക്ക് ദൈവത്തെ കൂടാതെ തന്നെ ജീവിക്കാമെന്നും ദൈവത്തിന്റെ ആവശ്യമില്ലെന്നും ഒരു ആത്മാവ് പറയുന്നു. അതത്ര ഏശാവ്. എന്റെ മിടുക്ക്, എന്റെ കഴിവ്, എന്റെ ബുദ്ധി, എന്റെ യുക്തി, എന്റെ ഇഷ്ടങ്ങൾ, അതുകൊണ്ടൊക്കെ ഞാൻ ജീവിച്ചോളാം. പഴയ നിയമത്തിലെ ഒടുവിലത്തെ പുസ്തകത്തിൽ ദൈവം പറയുന്നു, അതായത് മലാക്കി പുസ്തകത്തിൽ ദൈവം പറയുന്നു, യാക്കോബിനെ ഞാൻ സ്നേഹിച്ചു, ഏശാവിനെ ഞാൻ ദ്വേഷിച്ചു എന്ന്. ഈ മനുഷ്യർ ജീവിച്ചു കഴിഞ്ഞ 1000 വർഷങ്ങൾക്ക് ശേഷമാണ് ദൈവം ഇങ്ങനെ പറഞ്ഞത് എന്ന് മറക്കരുത്. എന്നാൽ ആരംഭത്തിൽ തന്നെ ദൈവം ഏശാവിന്റെ ഹൃദയം അറിഞ്ഞിരുന്നു. ചരിത്രത്തിൽ നാം അവരെ കാണുമ്പോൾ ദൈവം പറഞ്ഞത് എത്ര കൃത്യമായിരുന്നെന്ന് നമുക്കറിയാം. ഞാൻ ഇനി 36 അധ്യായത്തിൽ നിന്നും ചില വാക്യങ്ങൾ വായിക്കാം. ആദ്യത്തെ 3 വാക്യങ്ങൾ, ഏദോം എന്ന ഏശാവിന്റെ വംശപാരമ്പര്യമാവിത്. ഏശാവ് ഹിത്യനായ ഏലോന്റെ മകൾ ആദ, ഹിവ്യനായ സിബയോന്റെ മകളായ അനയുടെ മകൾ ഒഹലീബ എന്നീ കനാന്യ കന്യകമാരെയും ഇസ്മായേലിന്റെ മകളും നെബായോത്തിന്റെ സഹോദരിയുമായ ബസ്മത്തിനെയും ഭാര്യമാരായി പരിഗ്രഹിച്ചു. ഏശാവാകുന്നു ഏദോം എന്ന് വീണ്ടും നമ്മോട് പറഞ്ഞിരിക്കുന്നു. ഏശാവ് 2 കനാന്യ സ്ത്രീകളെയും ഇസ്മായേലിന്റെ മകളെയും വിവാഹം ചെയ്തു. ഇനിയും 6 മുതൽ മുൻപോട്ടുള്ള വാക്യങ്ങൾ നോക്കിക്കാട്ടെ. 6ഉം 7ഉം ആദ്യം ഞാൻ വായിക്കാം. എന്നാൽ ഏശാവ് തന്റെ ഭാര്യമാരെയും പുത്രന്മാരെയും പുത്രിമാരെയും വീട്ടിലുള്ളവരൊക്കെയും തന്റെ ആടുമാടുകളെയും സകല മൃഗങ്ങളെയും കനാൻ ദേശത്ത് സമ്പാദിച്ച സമ്പത്തൊക്കെയും കൊണ്ട് തന്റെ സഹോദരനായ യാക്കോബിന്റെ സമീപത്ത് നിന്ന് ദൂരെ ഒരു ദേശത്തേക്ക് പോയി. അവർക്ക് ഒന്നിച്ചു പാർപ്പാൻ വഹിയാതെ വണ്ണം അവരുടെ സമ്പത്ത് അധികമായിരുന്നു. അവരുടെ ആടുമാടുകൾ ഹേതുവായി അവർ പരദേശികളായി പാർത്തിരുന്ന ദേശത്തിനവരെ വഹിച്ചുകൂടാതെയിരുന്നു. അബ്രഹാമിനും ലോത്തിനും ഇതേ പ്രശ്നമുണ്ടായി. അവരുടെ ആടുമാടുകളെ തീറ്റുവാൻ അവർക്ക് മേച്ചിൽപ്പുറം തികഞ്ഞില്ല. ഓരോരുത്തർക്കും വളരെയേറെ കന്നുകാലികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ വേർപിരിയുന്നു. ഏശാവ് വാഗ്ദത്ത നാട് വിടുന്നതായി നാം കാണുന്നു. അവൻ സ്വയം പോവുകയാണ്, ആരും പറഞ്ഞിട്ട് പോവുകയല്ല. അതെ, സാമ്പത്തിക ചുറ്റുപാടുകൾ കൊണ്ടാണ് അവൻ അങ്ങനെ തീരുമാനിച്ചത് എന്ന് ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. 12 വാക്യത്തിൽ നാം കാണുന്നത് 36:12. തിന്മ എന്നവൾ ഏശാവിന്റെ മകനായ എലീഫാസിന്റെ വെപ്പാട്ടിയായിരുന്നു. അവൾ എലീഫാസിന് അമാലേക്കിനെ പ്രസവിച്ചു. ഇവർ ഏശാവിന്റെ ഭാര്യയായ ആദയുടെ പുത്രന്മാർ. അമാലേക്യരുടെ ആരംഭം ഈ പറഞ്ഞതത്രേ. നൂറ്റാണ്ടുകളായി ആ മരുഭൂമിയിൽ ഉണ്ടായിരുന്ന ഗോത്രങ്ങൾ പല ദിക്കുകളിലേക്ക് തള്ളി നീക്കപ്പെട്ടു. വടക്കേ ആഫ്രിക്കയിലേക്ക് അവരിൽ പലരും നീങ്ങി. അറേബ്യൻ ഗോത്രങ്ങളെല്ലാം അബ്രഹാമിൽ നിന്നുള്ളവരാണ്. അതെ, ഹാഗാറിലൂടെയും കെത്തൂറയിലൂടെയും. കെത്തൂറയെ സാറായുടെ മരണശേഷം അബ്രഹാം വിവാഹം കഴിച്ചതാണെന്ന് നാം പഠിച്ചതാണല്ലോ. ഈ ഗോത്രങ്ങൾ തമ്മിൽ വിവാഹബന്ധം ഉണ്ടായിരുന്നു. ഇസ്രായേല്യർ ആയിരിക്കുന്ന അതേ കുടുംബത്തിലെ തന്നെ അംഗങ്ങളാണ് ഇവരും എന്ന് മറക്കരുത്. ഈ സഹോദരങ്ങൾ തമ്മിലാണ് ഇന്ന് ഈ ഗുസ്തി മുഴുവനും നടക്കുന്നത് എന്നും മറക്കണ്ട. അതുകൊണ്ട് ഈ അധ്യായം പ്രധാനപ്പെട്ടതാണ്. ഇത് ഈ ബന്ധങ്ങൾ കാണിക്കുന്നു. ഇത് നമ്മോട് അറിയിക്കുവാനായി ദൈവത്തിന്റെ ആത്മാവ് വളരെയധികം പ്രവർത്തിക്കുന്നു. മുൻപോട്ട് പഠിക്കുമ്പോൾ ഏശാവിന്റെ കുടുംബത്തിൽ ഏതാനും പ്രഭുക്കന്മാരെയും നാം കാണുന്നതാണ്. ഇതിന്റെ പശ്ചാത്തലം വ്യക്തമല്ല. 31 വാക്യമാണ് ഇനി ഞാൻ വായിക്കുന്നത്. ഇസ്രായേൽ മക്കൾക്ക് രാജാവുണ്ടാകും മുമ്പേ ഏദോം ദേശത്തു വാണ രാജാക്കന്മാർ ആരെന്നാൽ, രാജഭരണം എന്ന സംവിധാനം ദൈവം തന്റെ ജനത്തിനു വേണ്ടി ചിന്തിച്ചിരുന്നതല്ല, പ്ലാൻ ചെയ്തിരുന്നതല്ല. എന്നാൽ ഏദോമിന്റെ ജീവിത രീതി അതായിരുന്നു. അവർക്ക് അവരുടെ മേൽ വാഴുവാൻ പ്രഭുക്കന്മാരും രാജാക്കന്മാരും ഉണ്ടായിരുന്നു. നിങ്ങളും ഏശാവിന്റെ കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കും വല്ല പദവിയും സ്ഥാനവും ഒക്കെ ആവശ്യമാണ്. കാരണം അങ്ങനെയുള്ള ആളുകളായിരുന്നു അവർ. ഇസ്രായേലിൽ രാജാവ് ഉണ്ടായിരുന്നതിന് വളരെ മുമ്പ് തന്നെ ഏശാവിന്റെ സന്തതികൾക്ക് രാജാക്കന്മാർ ഉണ്ടായിരുന്നു എന്നത് രസകരമാണ്.
എന്നാൽ പിന്നീട് ഇസ്രായേൽ മക്കൾ ശമൂവേലിനോട് പറയും, മറ്റുള്ള ജാതികൾക്കുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു രാജാവിനെ നിയമിച്ചു തരിക എന്ന്. ഇനി ഞാൻ 36 അധ്യായത്തിന്റെ 40 വാക്യത്തിലേക്ക് വരികയാണ്. വംശം വംശമായും ദേശം ദേശമായും പേര് പേരായും ഏശാവിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാരുടെ പേരുകളാവിത്: തിമ്ന, അൽബാ പ്രഭു, യഥേത് പ്രഭു, ഒഹലീബാമ പ്രഭു. തള്ളപ്പെട്ട ആ വംശത്തിന്റെ കുടുംബ ചരിത്രം അത്രേ ഇത്. 41 വാക്യം: ഏലാ പ്രഭു, പീനോൻ പ്രഭു, കെൻസ്പ്ര പ്രഭു, തേമാൻ പ്രഭു. ഈ അധ്യായം അവസാനിക്കുന്നത് ഏശാവിന്റെ വംശത്തിൽ നിന്നും ഉത്ഭവിച്ച പ്രഭുക്കന്മാരുടെ പട്ടിക നിരത്തിക്കൊണ്ടാണ്. നരവംശാസ്ത്രത്തിൽ താല്പര്യമുള്ളവർക്ക് വളരെയധികം താല്പര്യമുളവാക്കുന്ന ഒരു അധ്യായമാണിത്. അതുകൊണ്ട് ആ കാര്യത്തിൽ താല്പര്യമുണ്ടെങ്കിൽ ഈ പേരുകളൊക്കെ വായിക്കുകയും പഠിക്കുകയും ഓർത്തിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഏശാവിന്റെയും യാക്കോബിന്റെയും ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു വലിയ സത്യം എന്തെന്നാൽ, ആത്മീയ കാര്യങ്ങളിൽ തൽപരരായവരെ ദൈവത്തിന് ഉപയോഗിക്കാൻ സാധിക്കുമെന്നും ജഡീകരായവരെ ദൈവം തള്ളിക്കളയും എന്നുമുള്ളതാണ്. തെറ്റ് ചെയ്യാത്തവനെ അല്ല, മറിച്ച് തെറ്റിൽ വീണാലും അതിൽ കിടന്നുരുളാതെ ചാടിയണീറ്റ് ശരീരത്തിൽ പറ്റിപ്പിടിച്ച് അഴുക്കും പൊടിയുമെല്ലാം കളഞ്ഞ് വീണ്ടും ശരിയായി ജീവിക്കുവാൻ തുടങ്ങുന്നവനെയാണ് ദൈവം തിരയുന്നത്. അനുതാപമുള്ള ഹൃദയമാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. പാപം സ്പർശിച്ചാൽ പിന്നെ ഒരു സ്വസ്ഥതയുമില്ലാത്ത ഒരു മനോഭാവം, അത് നിങ്ങൾക്കുണ്ടോ സുഹൃത്തെ? അതെ, എത്ര നാൾ പാപത്തിൽ കിടന്നുരുണ്ടാലും പിന്നെയും അതിനെ ന്യായീകരിക്കുവാനുള്ള ശ്രമമാണോ? ദാവീദിനെ പോലെ പാപം ചെയ്തവർ ചുരുക്കമാണ്. നികൃഷ്ടമായ പ്രവർത്തനങ്ങൾ അവൻ ചെയ്തു, പക്ഷെ അത് ഗ്രഹിച്ചപ്പോൾ അവന്റെ ഹൃദയം തകർന്നു. അവന്റെ വേദന മരണവേദന പോലെയായി എന്നാണ് നാം കാണുന്നത്. അവന്റെ അനുതാപം ദൈവം അംഗീകരിച്ചു, അവനെ ദൈവം യഥാസ്ഥാനപ്പെടുത്തി. എന്റെ ഹൃദയപ്രകാരമുള്ള ദാവീദെന്ന് ദൈവം തന്നെ ദാവീദിനെ കുറിച്ച് പറഞ്ഞു. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു, എന്നാൽ അവനത് ഗ്രഹിച്ചപ്പോൾ ആകെ തകർന്നവനായി ഹൃദയം പൊട്ടി അവൻ കരഞ്ഞു. യേശു അവനെ കൈക്കൊണ്ടു, അവനെ യഥാസ്ഥാനപ്പെടുത്തി. വലിയ ശുശ്രൂഷ ദൈവം പത്രോസിനെ കൊണ്ട് ചെയ്യിച്ചു. അതേസമയം യൂദ അനുതപിച്ച് യഥാസ്ഥാനപ്പെടാതെ കെട്ടിഞ്ഞാന്ന് ചത്തു. ഹൃദയം കഠിനമാക്കുവാൻ മാത്രം അനുതപിച്ചിരുന്ന ഫറവോനെ നാം കാണുന്നു. നിങ്ങളുടെ ഹൃദയത്തിന്റെ നിലവാരമാണ് ദൈവം നോക്കുന്നത്. നിങ്ങൾ ഏശാവിനെ പോലെയോ അതോ യാക്കോബിനെ പോലെയോ? പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുതപിക്കൂ സുഹൃത്തെ. കർത്താവ് താങ്കളെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. താങ്കൾ അതിന് തയ്യാറാണോ? ഹൃദയം കഠിനമാക്കുന്നത് കൊണ്ടുണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചാണ് നാം ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത്. തെറ്റ് ചെയ്തു എന്ന ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റുപറയുവാൻ അമാന്തിക്കരുത്. അതെപ്പോഴും നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യൂ. നിങ്ങളുടെ അഹംഭാവം അതിനൊരിക്കലും അനുവദിക്കില്ല. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് നാം പരിശ്രമിക്കുമ്പോൾ അത് സാധ്യമാകും. ആദ്യം ദൈവത്തോട് നമ്മുടെ പാപം ഏറ്റുപറഞ്ഞ് ക്ഷമയാചിക്കുക. അത് ഓരോ സമയവും പാപബോധമുണ്ടാകുമ്പോൾ അത് ചെയ്യണം. അതിനുശേഷം ആരോടെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോടത് ഏറ്റുപറയുക. ഭർത്താവിനോടോ ഭാര്യയോടോ മക്കളോടോ സഹപ്രവർത്തകരോടോ അയൽക്കാരോടോ ആരോടെയുമാകാം. അപ്പോൾ ദൈവം താങ്കളെ അനുഗ്രഹിക്കും. ഏശാവിനെ പോലെ കഠിനപ്പെടുകയല്ല വേണ്ടത്. യാക്കോബിനെ പോലെ തെറ്റ് തിരുത്താനുള്ള മനോഭാവം ഉണ്ടാകണം. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ തെറ്റുകൾ മുഴുവൻ ഞങ്ങൾ ഏറ്റുപറഞ്ഞപ്പോൾ അവിടുന്ന് ഞങ്ങളോട് ക്ഷമിച്ചു. കർത്താവേ, ക്ഷമ പ്രാപിച്ച ഞങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനുള്ള മനോഭാവം ഉണ്ടാകേണ്ടതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ വചനം കേട്ട, ഈ പാഠങ്ങൾ പഠിച്ച ഓരോരുത്തരും ദൈവത്തിൽ നിന്നും ക്ഷമ പ്രാപിച്ചവരായി മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ സ്വയം ഏൽപ്പിച്ചു കൊടുക്കുന്നവരായി തീരുവാൻ സഹായിക്കണമേ. കർത്താവെ, ഇന്ന് വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ആത്മീയ പക്വതയിൽ വളർന്നു വരുവാൻ ഓരോരുത്തർക്കും ഇടയാക്കണമേ. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഇന്ന് വീണ്ടും ഞങ്ങളോടൊപ്പം വചനം ശ്രദ്ധിച്ചതിന് നന്ദി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.